കോടിക്കണക്കിന് ആളുകളെ രക്ഷിച്ച ഒരു ചെറിയ കണ്ടെത്തൽ. ആദ്യ വാക്സിനേഷൻ്റെ കഥ. ഇന്ന് നമ്മൾ വാക്സിൻ എന്ന് സാധാരണയായി പറയുന്ന അത്ഭുതത്തിൻ്റെ തുടക്കം. നമുക്കിന്ന് അതിനെപ്പറ്റി നോക്കാം. വെൽക്കം ടു മൈ ചാനൽ ഫാക്ട്സ് ആൻഡ് നോളജ്. ഇറ്റ്സ് മീ അഞ്ജു. 18-ാം നൂറ്റാണ്ടിൽ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു രോഗമുണ്ടായിരുന്നു. വസൂരി അഥവാ സ്മാൾ പോക്സ്. ഈ രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. രക്ഷപ്പെട്ടവരാകട്ടെ രോഗത്തിൻ്റെ ഭീകരതയും പേറി ജീവിക്കേണ്ടി വന്നു. മുഖം വികൃതമാക്കപ്പെട്ടവർ, കാഴ്ച നഷ്ടപ്പെട്ടവർ, അങ്ങനെ. അക്കാലത്ത് രാജാക്കന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഭയമായിരുന്നു വസൂരിയെ. എന്നാൽ ഗ്രാമങ്ങളിൽ ഒരു വിചിത്രമായ വിശ്വാസം നിലനിന്നിരുന്നു. പശുക്കളെ പാലെടുക്കുന്ന സ്ത്രീകൾക്ക് സ്മാൾ പോക്സ് പിടിക്കാറില്ല. ഇത് വെറുമൊരു കഥയല്ല എന്ന് ഡോക്ടർ എഡ്വേർഡ് ജെന്നർ മനസ്സിലാക്കി. പശുക്കളെ പാലെടുക്കുന്ന സ്ത്രീകൾക്ക് കൗപോക്സ് എന്ന ചെറിയ രോഗം വരുമായിരുന്നു. ഇത് അവരുടെ ഇടയിൽ സാധാരണമായിരുന്നു. കൗപോക്സ് അപകടകാരിയല്ല, ചെറിയ പുണ്ണുകളും പനിയും മാത്രം. പക്ഷേ അതിനുശേഷം അവർക്ക് വസൂരി പിടിവിടാറില്ല. എഡ്വേർഡ് ജെന്നർ ഇത് വളരെ ഗൗരവത്തോടെ എടുത്തു. 1749 ഇംഗ്ലണ്ടിൽ ജനിച്ച എഡ്വേർഡ് ജെന്നർ ചെറുപ്പം മുതൽ പ്രകൃതിയെയും ശാസ്ത്രത്തെയും ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഗ്രാമങ്ങളിലെ രോഗികളെ ചികിത്സിക്കുമ്പോൾ പലതും ശ്രദ്ധിച്ചു. കൗപോക്സ് മനുഷ്യനെ സ്മാൾ പോക്സിൽ നിന്ന് രക്ഷിക്കുമോ? എന്നാൽ ആ കാലത്ത് ഇത് തെളിയിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ജെന്നർ തീരുമാനിച്ചു. 1796 ഒരു പാൽക്കാരിയായ സാറാ നെൽംസിന് കൗപോക്സ് ബാധിച്ചു. അവളുടെ മുറിവിൽ നിന്നുള്ള ദ്രവം ജെന്നർ ശേഖരിച്ചു. ശേഷം ജെയിംസ് ഫിപ്സ് എന്ന 8 വയസ്സുകാരനെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തു. ഇന്ന് കേൾക്കുമ്പോൾ ഇത് അപകടകരമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അന്ന് സ്മാൾ പോക്സിനെ തോൽപ്പിക്കാൻ ആൾക്കാർ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ജെന്നർ കൗപോക്സ് ദ്രവം കുട്ടിയുടെ ശരീരത്തിൽ കടത്തിവിട്ടു. കുറച്ച് ദിവസങ്ങൾ ചെറിയ പനി, ക്ഷീണം, അസ്വസ്ഥത എല്ലാം അനുഭവപ്പെട്ട ശേഷം കുട്ടിക്ക് സുഖമായി. അതിനുശേഷം ജെന്നർ ചെയ്തത് ലോകത്തെ ഞെട്ടിച്ചു. അദ്ദേഹം ജെയിംസിനെ സ്മാൾ പോക്സിനോട് സമ്പർക്കത്തിലാക്കി. എല്ലാവരും ഭയപ്പെട്ടു. ഒരു 8 വയസ്സുകാരൻ എങ്ങനെ ഈ രോഗത്തെ നേരിടും? പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ജെയിംസ് ഫിപ്സ് സുരക്ഷിതനായിരുന്നു. ലോകത്തിലെ ആദ്യ വിജയകരമായ വാക്സിനേഷൻ നടന്ന നിമിഷമായിരുന്നു അത്. വാക്സിനേഷൻ എന്ന പദം ലാറ്റിൻ ഭാഷയിലെ വക്ക എന്ന പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. വക്ക എന്നാൽ പശു എന്നാണ് അർത്ഥം. കൗപോക്സ് ഉപയോഗിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ജെന്നർ തൻ്റെ രീതിക്ക് വാക്സിനേഷൻ എന്ന പേര് നൽകി. ഇന്ന് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന വാക്കിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. എന്നാൽ എല്ലാവരും ജെന്നറിനെ വിശ്വസിച്ചില്ല. ചിലർ പരിഹസിച്ചു. ചില പത്രങ്ങൾ ഇങ്ങനെ എഴുതി: പശുവിൻ്റെ രോഗം മനുഷ്യരിലിടുന്നത് അപകടകരമാണ്. ചിലർ വാദിച്ചു, ഇത് ചെയ്താൽ മനുഷ്യൻ പശുവിനെ പോലെ മാറും. എന്നാൽ കാലം ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് സ്മാൾ പോക്സ് വരാനുള്ള സാധ്യത കുറയാൻ തുടങ്ങി. സാവധാനം ലോകം എഡ്വേർഡ് ജെന്നറിൻ്റെ കണ്ടെത്തൽ അംഗീകരിക്കാൻ തുടങ്ങി. യൂറോപ്പിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ രീതി പിന്തുടർന്നു. കാലം കടന്നു, ശാസ്ത്രം വളർന്നു. പിന്നീട് പോളിയോ, റാബീസ്, ഹെപ്പറ്റൈറ്റിസ്, മീസിൽസ്, COVID-19 പോലുള്ള രോഗങ്ങൾക്കെതിരെ വാക്സിൻ വികസിപ്പിച്ചു. അവസാനം 1980 WHO പ്രഖ്യാപിച്ചു: വസൂരി, അതായത് സ്മാൾ പോക്സ് ഹാസ് ബീൻ ഇറാഡിക്കേറ്റഡ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മഹാരോഗത്തെ മനുഷ്യർ പൂർണ്ണമായി ഇല്ലാതാക്കി. അതിൻ്റെ തുടക്കമാകട്ടെ ജെന്നറിൻ്റെ ചെറിയ പരീക്ഷണം. ഒരു ഗ്രാമത്തിലെ പാൽക്കാരിയെ നിരീക്ഷിച്ചുകൊണ്ട് തുടക്കം. ഒരു ഡോക്ടറുടെ കൗതുകം, ഒരു കുട്ടിയുടെ ധൈര്യം. ഇവ ഒന്നിച്ചപ്പോൾ ലോകം തന്നെ മാറി. കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കാരണമായി.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.